2014 ജൂലൈ 13 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന അഭിമുഖം. പ്രിജിത് രാജ്. ശ്യാമപ്രസാദ് പാലക്കാടാണ് ജനിച്ചത്. എവിടെ നിന്നാണ് തീവ്രമായ ഓർമ്മകൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നത്? ശ്യാമപ്രസാദ്. പാലക്കാട് സുൽത്താൻപേട്ടയിലെ വീടാണ് ബാല്യത്തിലെ തീവ്രമായ ഓർമ്മയായി തികട്ടി വരുന്നത്. ടിപ്പു സുൽത്താന്റെ കോട്ടയ്ക്കരികു ചേർന്നുള്ള സുൽത്താൻപേട്ടയിൽ നിരവധി തെരുവുകളുണ്ട്. എണ്ണക്കാരത്തെരുവ്, ഹരിക്കാരത്തെരുവ്, എരുമക്കാരത്തെരുവ്, പെൻഷൻ സ്ട്രീറ്റ് തുടങ്ങിയവ. ഇതിൽ തുന്നക്കാര തെരുവിലായിരുന്നു എൻ്റെ വീട്. ആ വീടിൻ്റെ നിറങ്ങൾ എപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ മണങ്ങൾ പലപ്പോഴും എവിടെ നിന്നൊക്കെയോ ഞാൻ അനുഭവിക്കാറുണ്ട്. ഞങ്ങളുടെ ആ തെരുവിൽ അധികവും ചെട്ടിയാന്മാരാണ്. വണിക്കുകൾ, തമിഴ് ബ്രാഹ്മണരുമുണ്ട്. മലയാളികളുടെ സാന്നിധ്യം ആ തെരുവിൽ വളരെ കുറവാണെന്ന് പറയാം. അമ്മയും ഏതാണ്ട് അതേ രീതിയിൽ ആണ്. മദ്രാസിൽ പഠിച്ചതുകൊണ്ട് തമിഴാണ് പഥ്യം. മലയാളം വായിക്കാനാവില്ല. അമ്മ വായിക്കുന്നത് കൽക്കിയും കുമുദവും മറ്റുമാണ്. ഞങ്ങൾക്കതിലെ കഥകളൊക്കെ അമ്മ പറഞ്ഞു തരും. അമ്മ കേൾക്കുന്നതും തമിഴാണ്. സിലോൺ റേഡിയോയിലെ തമിഴ് പാട്ടുകൾ. ആ തെരുവിൽ ഒരു മുസ്ലിം കുടുംബവും ഉണ്ടായിരുന്നു. തമിഴ് റൗത്തർ വിഭാഗത്തിലുള്ളവർ. തൊട്ടയൽപ്പക്കമായി വലിയൊരു തറവാട്. 100-ാം നമ്പർ ബീഡിയുടെ ഉടമകൾ റാവുത്തർ കുടുംബമായിരുന്നു. ഞങ്ങളോട് വലിയ അടുപ്പമായിരുന്നു അവർക്ക്. സെന്റ് സെബാസ്റ്റ്യൻ ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു LP സ്കൂൾ. അവിടേക്ക് തിരികെ നടക്കുമ്പോൾ ഗ്രേസി ടീച്ചറുടെ നനുത്ത ചിരിയും കരുതലുമാണ് ആദ്യം മനസ്സിലെത്തുക. ടീച്ചറാണ് എന്നിലെ കലാകാരനെ കണ്ടെത്തിയത്. ചെറിയൊരു നാടകത്തിലായിരുന്നു തുടക്കം. അവിടെ തന്നെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേട്ടൻ വിവേകാനന്ദനെയായിരുന്നു നാടകത്തിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ചേട്ടൻ്റെ പിന്മാറ്റം എന്നെ നാടക അഭിനയത്തിലേക്ക് എത്തിച്ചു. അന്ന് 2-ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഗ്രേസി ടീച്ചറായിരുന്നു അന്ന് എനിക്ക് ധൈര്യവും പ്രോത്സാഹനവും തന്നത്. ആ നാടക അവതരണം എന്നിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം എങ്ങനെയായിരുന്നു? അച്ഛൻ O. രാജഗോപാൽ. ഓർമ്മ വെച്ച നാൾ മുതലേ എപ്പോഴും തിരക്കുകളിലാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും അച്ഛനിൽ സൗമ്യമായൊരു ചിരി കൂട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വീട് വടക്കാഞ്ചേരിക്കടുത്ത് മണപ്പാടമാണ്. അമ്മ ശാന്ത, ഡോക്ടറാണ്. പാലക്കാട് ആലത്തൂരാണ് അമ്മയുടെ വീട്. അച്ഛനും അമ്മയും അകന്ന ബന്ധുക്കൾ കൂടിയാണ്. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. മദ്രാസിൽ പഠിക്കുന്ന കാലത്താണ് ഇവർ പരസ്പരം സ്നേഹിക്കുന്നു എന്നത് തിരിച്ചറിയുന്നത്. അത് വിവാഹത്തിലേക്ക് വളർന്നു. രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയ പ്രവർത്തകനാകും വരെ വക്കീലായിരുന്നു അച്ഛൻ. ബാല്യത്തിൽ ഏറെ പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. ഏട്ടൻ എന്നെ അപേക്ഷിച്ച് കുറച്ചുകൂടി ധൈര്യമുള്ളയാളായിരുന്നു. സ്കൂളിലെ നാടകത്തിൻ്റെ കാര്യമൊഴിച്ചാൽ എന്നിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാലമേറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എത്തിയത് നേരെ വിപരീതമായ സാഹചര്യങ്ങളിലാണ്. ചേട്ടൻ വളരെ സുരക്ഷിതമുള്ളൊരു ബാങ്കിൽ ഉയർന്ന ജീവനക്കാരനാണ്. ഞാനാണെങ്കിൽ വളരെ സാഹസികത പ്രകടിപ്പിക്കേണ്ട, മുൻപിൽ നോക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട, എടുത്തു ചാടേണ്ട മേഖലയിൽ സജീവമായി. വിചിത്രമായ വിധി വൈപരീത്യം. താങ്കളുടെ വഴി കലയുടേതാണെന്ന് ബോധ്യപ്പെട്ട സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവാം. അത് ഓർത്തെടുക്കാൻ സാധിക്കുമോ? എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം BEM മിഷൻ സ്കൂളിലായിരുന്നു. അവിടെ വെച്ച് എഴുത്ത്, വായന, പാട്ട്, ചിത്രം വര തുടങ്ങിയവയിലൊക്കെ സജീവമായി. ആ സമയത്താണ് ഞാൻ ആദ്യമായി ഒരു നാടകം രചിക്കുന്നത്. കാലത്തിൻ്റെ മുഖങ്ങൾ എന്ന പേരിൽ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. താങ്കളെ പിടിച്ചുകുലുക്കിയ സിനിമാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ മോഹൻദാസ് സാറിനെ പോലുള്ള ചില അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ദർശന ഫിലിം സൊസൈറ്റിയാണ് സംഘാടകർ. ആദ്യത്തെ പ്രദർശന ദിവസം വളരെ യാദൃച്ഛികമായി ഞാൻ അവിടെ എത്തി. ഞാൻ ഹാളിൽ നിന്ന് പോവാതെ അവിടെ തന്നെ ഇരുന്നു. അപരാജിതോ ആണ് പ്രദർശിപ്പിച്ചത്. സത്യജിത് റായിയുടെ സിനിമ. ആ സിനിമ എന്നെ പിടിച്ചു കുലുക്കി കളഞ്ഞു. ജീവിതം അതിൻ്റെ വല്ലാത്തൊരു ഭാവം ഞാൻ കണ്ടറിഞ്ഞു, അനുഭവിച്ചു. അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്ര മനോഹരമായാണ് പറയുന്നത്. പിന്നീട് ഇത്തരം സിനിമകൾ അന്വേഷിച്ച് ഞാൻ പോവാൻ തുടങ്ങി. സിനിമകൾ ഏറെ കാണാനും സാധിച്ചു. റായിയുടെ തന്നെ പദാർത്ഥ പഞ്ചലി, ബെർഗ്മാൻ്റെ സിനിമകൾ തുടങ്ങിയവയൊക്കെ അതിൽപ്പെടും. ആ സമയത്ത് മലയാളം സിനിമയിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അടൂർ സാറിൻ്റെ സ്വയംവരം, KG ജോർജിൻ്റെ സ്വപ്നാടനം,
PN മേനോന്റെ മഴക്കാറ്, സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ പോലുള്ള സിനിമകൾ തുടങ്ങിയവയെല്ലാം ജീവിതത്തെ കുറച്ചുകൂടി സത്യസന്ധമായി ചിത്രീകരിച്ചു. നല്ല സിനിമകളുടെ പ്രദർശനത്തിനു വേണ്ടിയുള്ള ഫിലിം സൊസൈറ്റികളുമായി ആ സമയത്ത് ഞാൻ സഹകരിച്ചു. പലതിലും മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ മൃണാൾ സെൻ, തപൻ സിൻഹ തുടങ്ങിയവരുടെ മിക്കവാറും സിനിമകളെല്ലാം കാണാനും പരിചയപ്പെടാനും സാധിച്ചു. എന്നിൽ അത്തരം സിനിമകൾ ഒരു മോഹമായി ഉറപൊട്ടുന്നുണ്ടായിരുന്നു. നാടകത്തെയും ഈ രീതിയിൽ വേറിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അത് സ്വാധീനമുണ്ടാക്കിയോ? 70കളുടെ മധ്യത്തോടുകൂടി കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ച് നാടകവേദിക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവ് എന്നെയും സ്വാധീനിച്ചു. നാടകക്കളരി പ്രസ്ഥാനങ്ങൾ സജീവമാകുന്നു. CN ശ്രീകണ്ഠൻ നായരെയും ശങ്കരപ്പിള്ള സാറിനെയും ഒക്കെ വായിക്കുന്നതും ആ കാലത്താണ്. അവനവൻ കടമ്പയൊക്കെ ഒരനുഭവമായി മാറുകയായിരുന്നു. നിലവിലുള്ള നാടകത്തിന്റെ ചിട്ടവട്ടങ്ങളെ അത് മാറ്റിമറിക്കുകയാണ്. അച്ഛൻ വീട്ടിൽ എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ സ്നേഹവാത്സ്യങ്ങൾ ഏറെ ലഭിച്ചിട്ടുണ്ടോ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ രാഷ്ട്രീയത്തിൽ ഫുൾ ടൈമർ ആവുന്നത്. അച്ഛൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദീൻ ദയാൽ ഉപാധ്യായയുടെ വധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അച്ഛൻ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അച്ഛൻ തകർന്നു പോയതുപോലെ വികാരവിവശനായി കണ്ടത് അപ്പോൾ മാത്രമാണ്. ഈ ഒരു രംഗമൊഴിയെ ബാക്കി എല്ലായ്പ്പോഴും അച്ഛന് ഒരൊറ്റ ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ: തീവ്രമായ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളുടെ സഹജഭാവം. ഒരു കുടുംബത്തിന് ആവശ്യമായ കടമകൾ നിറവേറ്റുവാൻ അച്ഛന് വേണ്ടത്ര സാധിച്ചിട്ടില്ല. അതിനുള്ള സമയം അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിനുള്ള കാരണം. അമ്മയായിരുന്നു അച്ഛൻ്റെ കുറവുകൾ നികത്തിയിരുന്നത്. യാത്രയിലായിരുന്നു അച്ഛൻ. വീട്ടിൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ 1-2 നേഴ്സിംഗ് ഹോമുകളിലും ക്ലിനിക്കുകളിലുമാണ് ജോലി ചെയ്തിരുന്നത്. അമ്മയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കേന്ദ്രബിന്ദു. കലാഭിരുചിയുള്ള ആളായിരുന്നു അമ്മ. അത്യാവശ്യം പാടും. പഠിക്കുന്ന കാലത്ത് ഫിഡിൽ വായിക്കുമായിരുന്നു. ആ സമയത്ത് പലപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലിൻ്റെ വേദന തോന്നിയിരുന്നു. അമ്മ വരാൻ വൈകുമ്പോൾ ആരുമില്ലെന്ന തോന്നൽ മെല്ലെ ഉള്ളിലേക്ക് കയറി വരും. വിവരിക്കാൻ പറ്റാത്തൊരു സങ്കടം വന്നങ്ങു പൊതിയും. പലപ്പോഴും കരഞ്ഞുപോയിരുന്നു. അമ്മയെ നോക്കിക്കൊണ്ടുള്ള കാത്തിരിപ്പ് നീളുമ്പോൾ സങ്കടം ഏറിയേറി വരും. എൻ്റെ ഏകാന്തതയിൽ നിന്ന് മോചിപ്പിക്കാൻ അമ്മ വരുമെന്ന് കരുതി ഉള്ള കാത്തിരിപ്പ്. അമ്മയുടെ സഹോദരൻ ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തെ ഉണ്ണിയേട്ടൻ എന്നാണ് വിളിച്ചത്. ഡോക്ടർ പ്രേംകുമാർ എന്നാണ് പേര്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. നാടകങ്ങളിൽ എന്നെ സജീവമാക്കിയതും ഡ്രാമ സ്കൂളിൽ ഞാൻ പോകണമെന്ന് നിർബന്ധിച്ചതുമൊക്കെ ഉണ്ണിയേട്ടനാണ്. RSSന്റെ സംഘപരിവാര സംഘടനയായ BJPയുടെ നേതാവാണ് താങ്കളുടെ പിതാവ് O രാജഗോപാൽ. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഫാസിസത്തിന്റെ ചില രീതിശാസ്ത്രങ്ങൾ തന്നെയാണ്. പക്ഷേ താങ്കളാവട്ടെ മാനവികത, മനുഷ്യസ്നേഹം എന്നിവയെ ധ്വനിപ്പിക്കുന്ന സർഗാത്മകമായ രചനകൾ കൊണ്ട് ലോകത്തോട് സംവദിക്കുന്ന ഒരു കലാകാരനാണ്. ഒരു കലാകാരന് ഒരിക്കലും ഫാസിസ്റ്റ് ആവാൻ സാധിക്കില്ല. നിങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന വീടിനുള്ളിൽ സ്വാഭാവികമായും ഒരു സംഘർഷം ഉരുത്തിരിയുവാൻ സാധ്യതയുണ്ടല്ലോ. എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്തും മറ്റും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള, പരിചയപ്പെട്ടിട്ടുള്ള പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെയും KG മാരാർ, P പരമേശ്വരൻ, നാരായണൻ G, രാമപിള്ളയെ പോലുള്ളവർ ഇവരോടടുത്ത് ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ ലളിത ജീവിതം നയിക്കുന്ന ആദർശാത്മകമായ വ്യക്തിത്വങ്ങളായിരുന്നു ഇവരൊക്കെ എന്നാണ്. മനുഷ്യസ്നേഹവും കാരുണ്യവും സാരല്യവുമൊക്കെ തുളുമ്പുന്ന വ്യക്തിത്വങ്ങൾ. ഇവരിലാരും താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഫാസിസ്റ്റ് ധാരണയെ പിൻപറ്റി നടക്കുന്നവരായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 60കളിലെയും 70കളിലെയും രാഷ്ട്രീയ പരിചയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറിയതുപോലെ RSSും BJPയും മാറിയിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഇവരുടെ ഐഡിയോളജിയെക്കുറിച്ചുള്ള ചരിത്രപരവും സാമൂഹ്യപരവുമായ വിശകലനങ്ങൾക്കും അപ്പുറം എൻ്റെ കുടുംബാന്തരീക്ഷത്തോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന, എനിക്ക് ആദരിക്കാൻ തോന്നുന്ന വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നു അവർ. എന്നിലേക്ക് അവർ പകർന്നു തന്ന ചിന്തകൾ ഒരിക്കലും പ്രതിലോകരാഗം ആയിരുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തോടെ വിമുഖത കാട്ടാനുള്ള കാരണം എൻ്റെ കുട്ടിക്കാലത്ത് രാഷ്ട്രീയമെന്നത് തീർത്തും ദാരിദ്ര്യപൂർണമായ, വല്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു വഴിയായിരുന്നു. ആ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ അച്ഛനെ രാഷ്ട്രീയക്കാരൻ എന്ന തലത്തിൽ വിലയിരുത്തുമ്പോൾ തിന്മയുടെ കാവലാളാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതിനാൽ തന്നെ ഫാസിസത്തെ ഇഷ്ടപ്പെടുന്ന ഒരടയാളവും ഇതുവരെയായി എനിക്ക് അച്ഛനിൽ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ വീട്ടിലൊരിക്കലും സംഘർഷം ഉരുത്തിരിഞ്ഞിട്ടുമില്ല. താങ്കൾ O രാജഗോപാലിനെ അച്ഛൻ എന്നുള്ള തലത്തിൽ മാത്രമാണ് കൂടുതൽ കാണുന്നുണ്ടാവുക, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അല്ലാതെ അദ്ദേഹം
പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയധാരയുടെ അകക്കാമ്പിനെ നോക്കിക്കാണുവാനും അതിലൂടെ അച്ഛനെ വിലയിരുത്താനും മക്കൾ സാധാരണ ശ്രമിക്കാറില്ല. അങ്ങനെ തന്നെയാവും അല്ലേ? അതെ. നമുക്ക് ഗുജറാത്തിലേക്ക് പോകാം. 2002 തിരിഞ്ഞു നോക്കാം. അന്ന് അവിടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി താങ്കളുടെ അച്ഛൻ്റെ സഹപ്രവർത്തകൻ. ഗുജറാത്തിൽ നടന്ന ന്യൂനപക്ഷവേട്ട, വംശഹത്യ RSSന്റെ സംഘപരിവാരത്തിന്റെ ഉൽപ്പന്നമായിരുന്നു. സംഘപരിവാരത്തിന്റെ വക്താവായി നിൽക്കുന്ന അച്ഛനോട് സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ള കലാകാരനായ മകൻ അച്ഛൻ്റെ രാഷ്ട്രീയം ശരിയല്ല എന്ന് പറഞ്ഞു കാണില്ലേ? അല്ലെങ്കിൽ അച്ഛൻ്റെ വഴികളിലെ ചോരയും കണ്ണുനീരും കണ്ട് വിഹുലതപ്പെട്ട് കാണില്ലേ? ഇവിടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ലളിതവൽകൃതമായ രൂപമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മുന്നിൽ വേറെയും യാഥാർത്ഥ്യങ്ങളുണ്ട്. കോടതികളുടെ വിധികളും നിരീക്ഷണങ്ങളുമുണ്ട്. ഗുജറാത്തിലെ ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ മറുപടികളുമുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്തിനും വലിയൊരളവ് വരെ രാഷ്ട്രത്തിനും സ്വീകാര്യനാണ് എന്നത് കാണാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനെ നമുക്ക് താങ്കൾ പറയുന്ന രീതിയിലും വ്യാഖ്യാനിക്കാം. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആദർശ ലക്ഷ്യങ്ങൾ സ്വാർത്ഥകമാക്കാൻ അവർ സ്വീകരിക്കുന്ന സുനിശ്ചിതമായ നിലപാടുകൾ, അതിലെ അവിതർക്കിത്വത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. എൻ്റേതു മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്ന മനോഭാവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ചിലപ്പോൾ അത് ചരിത്രത്തിലെ ഒരു അനിവാര്യതയായിരിക്കാം. സ്റ്റാലിനിലും മാവോയിലും നമ്മളത് കണ്ടതാണ്. അവർക്ക് ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. അത് കാണാതെയല്ല പറയുന്നത്. പക്ഷേ ആ നിർവഹണങ്ങൾക്ക് ശേഷം ചരിത്രത്തിൻ്റെ മാറിമറിഞ്ഞ ഐറണിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിട്ടുണ്ട്. മനുഷ്യ സ്നേഹത്തിനായുണ്ടായ പ്രസ്ഥാനം അഭിപ്രായ വ്യത്യാസം പേറിയ ആയിരക്കണക്കിന് ആളുകളെ തടങ്കൽ പാളയത്തിലേക്ക് അയച്ച് വേദനിപ്പിക്കുന്ന കഥകൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഇതെല്ലാ പാർട്ടികളിലും സംഭവിക്കുന്നതാണ്. രാഷ്ട്രീയത്തെ വളരെ ലളിതവത്കരിച്ചുകൊണ്ടുള്ള അവിതർക്കിതത്വത്തിൻ്റെ ബിംബമായി കാണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യം ഒന്നു മാത്രമല്ല, പലപ്പോഴും പല ഭാഗത്തു നിന്നും സത്യത്തെ വിരുദ്ധമായി കാണാനാവുമെന്നും അങ്ങനെ വെളിപ്പെടുന്ന ഓരോ സത്യത്തിനും പ്രസക്തിയുണ്ടെന്നും ഞാൻ വിലയിരുത്തുന്നു. അങ്ങനെ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കലാകാരനായത്. എന്തുകൊണ്ടാണ് ശ്യാമപ്രസാദിന് രാഷ്ട്രീയം സ്വയം സേവക സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ വക്താവാകാൻ സാധിക്കാത്തത്? എനിക്കതൊരിക്കലും പറ്റില്ല. കാരണം എനിക്ക് ആ പട്ടാള ചിട്ടയും രീതികളും അണിചേരലുകളും ജൈവിളികളും ഒന്നും പറ്റില്ല. ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്ന് അവരുടെ മുദ്രാവാക്യത്തിന് വേണ്ടി നിരന്തരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഗതികേട് എന്നെ അസ്വസ്ഥനാക്കാറുണ്ട്. ഒറ്റപ്പെട്ട വ്യക്തിയുടെ വികാസവും അയാളിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റവുമാണ് എൻ്റെ പ്രതീക്ഷ. താങ്കളുടെ പിതാവും കൂടി നയിക്കുന്ന പാർട്ടി BJP രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്നു. സംഘപരിവാരങ്ങൾ സാധാരണ പറയാറ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്നാണ്. എന്നാൽ വെറും 30 ദിവസത്തെ ഭരണം കൊണ്ട് ലോക കോർപ്പറേറ്റ് സുഖിനോ ഭവന്തു എന്ന് നമുക്ക് തിരുത്തി വായിക്കാൻ സാധിക്കുന്നു. ഈ മാറ്റിമറിക്കലിനെ താങ്കൾ കാണുന്നില്ലേ? തീർച്ചയായും കാണുന്നുണ്ട്. ഞാനും ഒരു സമൂഹജീവിയാണല്ലോ. ഇത് BJPയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഒരു പരിധിവരെ ഇടതുപക്ഷത്തിനും ജീർണത സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് തന്നെ കോർപ്പറേറ്റുകളാണ്. അതൊരു സത്യവുമാണ്. താങ്കൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകും മുൻപ് ജീവിതത്തിൽ ചില മുഹൂർത്തങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് ജീവിതത്തിലുണ്ടാക്കിയ ആഘാതം, ഒറ്റപ്പെടൽ, അതിനെ മറികടക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? ഞങ്ങളുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഒരു ബ്രാഹ്മണ കുടുംബമുണ്ടായിരുന്നു. പാലക്കാട്ടെ പരശുറാം മെഡിക്കൽസ് അവരുടേതാണ്. ആ വീട്ടിലായിരുന്നു ഞങ്ങൾ കിച്ചൻ എന്ന് വിളിക്കുന്ന അനന്തകൃഷ്ണൻ. കുട്ടിക്കാലം തൊട്ടേ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതൊരു വിക്ടോറിയ പഠനകാലമായിരുന്നു. കോളേജ് വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അടിച്ചുപൊളി സ്വഭാവം എല്ലാ അർത്ഥത്തിലും ഞങ്ങളിലുണ്ട്. മദ്യവും പുകവലിയും തുടങ്ങി എല്ലാ അരാജകത്വങ്ങളും കൂട്ടുകാരായി മാറിയ കാലം. ആ സമയത്താണ് ഞങ്ങൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത്, തോണിയിലേക്ക്. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെയുണ്ട്. ലഹരിയുടെ ആഘോഷമായി അവിടെയുള്ള അരുവിയിൽ നീന്താനിറങ്ങി. പലർക്കും നന്നായി നീന്താനും അറിയില്ല. ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഏതോ ഒരു നിമിഷത്തിൽ ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു. പലരെയും രക്ഷിച്ചു. പക്ഷേ ഞാനും അനന്തകൃഷ്ണനും കയത്തിലേക്ക് താണു. പിന്നീട് ഓർമ്മ തെളിയുമ്പോൾ അമ്മ നടന്നു വരുന്നതാണ് കാണുന്നത്, വല്ലാത്തൊരു മുഖഭാവത്തോടെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ. അപ്പോഴാണ് അറിയുന്നത് അനന്തകൃഷ്ണൻ പോയെന്നത്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത മരണത്തിലേക്ക്. എൻ്റെ കയ്യിലായിരുന്നു അവൻ അവസാന നിമിഷം വരെ പിടിച്ചത്. അനന്തകൃഷ്ണന്റെ മരണം ഞങ്ങളുടെ തെരുവിലും വലിയ വിഷയമായി മാറി. ഞങ്ങളുടെ അബദ്ധസഞ്ചാരങ്ങൾ തെരുവിലെ പലർക്കും അറിയാം.
ഈ സംഭവത്തിന് ശേഷം അത് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുന്നു. പോലീസിന്റെ അന്വേഷണങ്ങളും മൊഴിയെടുക്കലും തുടങ്ങി നിരവധി അനഭിലഷണീയമായ സന്ദർഭങ്ങളെ ജീവിതത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അനന്തകൃഷ്ണന്റെ മരണം എന്നെ പാലക്കാട്ട് നിന്ന് മാറി നിൽക്കാൻ നിർബന്ധിതനാക്കി. എൻ്റെ അമ്മയുടെ കണ്ണീരുണങ്ങാത്ത മുഖവും തെരുവിലെ മറ്റുള്ളവരുടെ ചിരിവറ്റിയ മുഖങ്ങളും അടക്കി പിടിച്ച കുറ്റപ്പെടുത്തലുകളുമൊക്കെ എന്നെ വേട്ടയാടുക തന്നെ ചെയ്തു. എൻ്റെ വല്ലാത്ത മാനസികാവസ്ഥ വീട്ടുകാർക്കും മനസ്സിലായിരുന്നു. അതുവരെ നയിച്ച ജീവിതത്തിൽ നിന്നുള്ള മോചനം എനിക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ മകനെ എഞ്ചിനീയറാക്കാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ എതിർപ്പൊന്നും പറഞ്ഞില്ലേ? സ്കൂൾ ഓഫ് ഡ്രാമയിലെ ജീവിതം, അനുഭവങ്ങൾ, പഠനം തുടങ്ങിയവയെപ്പറ്റി. ഉണ്ണിയേട്ടനായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷന് വേണ്ടിയുള്ള പത്രപരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അച്ഛനോട് പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അച്ഛൻ തൃശ്ശൂരേക്ക് പോകുമ്പോൾ എന്നോടുകൂടി പോവാൻ പറഞ്ഞു. അന്ന് സ്കൂളിൽ പോയി ശങ്കരപിള്ള സാറിനോട് അച്ഛൻ സംസാരിച്ചു. വൈകാതെ നാടകജീവിതം ആരംഭിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങളുടേത്. ജോസ് ചിറമൽ, പി ബാലചന്ദ്രൻ, സന്ധ്യ രാജേന്ദ്രൻ, വിന്ധ്യൻ തുടങ്ങിയവരൊക്കെയാണ് സഹപാഠികളായി കൂടെയുണ്ടായിരുന്നത്. ഇവരെല്ലാം എന്നേക്കാൾ സീനിയറായിരുന്നു. എൻ്റെ കലാപരമായ അഭിമുഖങ്ങളുടെ എല്ലാം അടിത്തറ പണിഞ്ഞത് സത്യത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. ആർട്ട് ഈസ് എ സീരിയസ് ബിസിനസ് എന്ന് ഞങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതായിരുന്നു ശങ്കരപിള്ള സാറിൻ്റെയൊക്കെ ജീവിതം. ഞാനും പി ബാലചന്ദ്രനും വേറെ 2 സുഹൃത്തുക്കളും കൂടി ഒരു വീട് വാടകയ്ക്കെത്തായിരുന്നു താമസം. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന യോഗ പരിശീലനം തൊട്ട് വൈകുന്നേരങ്ങളിലെ റിഹേഴ്സലുകളോ സൈറ്റിലുണ്ടാക്കലോ തുടങ്ങി എല്ലാ പരിപാടികളിലും പങ്കാളിയായി. കലയിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും ചെയ്യുന്ന എല്ലാ ജോലിയും പ്രാധാന്യമുള്ളതാണെന്നുമുള്ള വലിയൊരു പാഠം പകർന്നു നൽകിയായിരുന്നു ഡ്രാമ സ്കൂൾ. ഇന്ന് കേരളത്തിൽ ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പല സംവിധായകരുടെയും മേൽനോട്ടത്തിലാണെന്ന് പരസ്യത്തിൽ പറയുന്നവ. അവിടെ നടക്കുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം തന്നെയായിരുന്നോ സ്കൂൾ ഓഫ് ഡ്രാമയിൽ? ഇന്നത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പൊതു സ്വഭാവം പോളിടെക്നിക് നടത്തുന്നത് പോലെയുള്ള ഒരു രീതിയാണ്. ക്യാമറ ഹാൻഡിൽ ചെയ്യാനും എഡിറ്റിംഗ് രീതികൾ മനസ്സിലാക്കിപ്പിക്കാനും തുടങ്ങി സാങ്കേതിക വിദ്യയാണ് അവർ പകുത്തു നൽകുന്നത്. ടെക്നോളജി പഠിപ്പിച്ചാൽ എല്ലാമായി എന്ന് കരുതുന്ന കലാവിദ്യാഭ്യാസ രീതി. ഡ്രാമ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യത്തെ 1 വർഷം ഹിസ്റ്ററി ഓഫ് ആർട്ട് പഠിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. കലയുടെ ചരിത്രവും മനഃശാസ്ത്രവും സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും പഠിപ്പിക്കുന്നതിൽ ശങ്കരപിള്ള സാർ വലിയ പങ്ക് വഹിച്ചു. വല്ലാതെ ശ്രദ്ധിച്ചു. ശങ്കരപിള്ള സാറിൽ നിന്ന് ശ്യാമപ്രസാദ് ആർജിച്ചത് എന്താണ്? കല സാംസ്കാരികമായി അതിപ്രധാനമായ ആത്മാവിഷ്കരണമാണെന്നും അതിനകത്തുള്ള ഓരോ ബിംബത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നും അതിലെ ഓരോ ഘടകത്തോടും തുല്യമായ രീതിയിൽ പ്രതിബദ്ധത പുലർത്തണമെന്നുമുള്ള പാഠം ശങ്കരപിള്ള സാറിൽ നിന്ന് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ കലാപരമായി വിശകലനം ചെയ്യാനോ വിലയിരുത്താനോ ഞാൻ മുതിരുന്നില്ല. ഇന്ന് ആർട്ടിസ്റ്റ് ചെയ്യുന്നതുവരെ ഈ കലാപരമായ നിഷ്ഠയിൽ ഞാൻ അധികമൊന്നും വിട്ടുവീഴ്ച ചെയ്യാത്തത് ശങ്കരപിള്ള സാറിൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീക്ഷ്ണമായ ഒരു ഓർമ്മ പങ്കിടാം. ശിവകരൻ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഒരു നമ്പൂതിരി യുവാവ്, വളരെ പ്രതിഭയുള്ള വിദ്യാർത്ഥി. പക്ഷേ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടിയിരുന്നു. പാഞ്ഞാളിലാണ് ശിവകരൻ്റെ മന. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അശ്വത്ഥാത്മാവ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷർട്ടിടാതെ ഒരു തോർത്തുമുണ്ട് തോളിലിട്ടാണ് ഡ്രാമ സ്കൂളിൽ വരിക. ഒരു റിബലിയസ് രീതി എന്നതിലുപരി ദാരിദ്ര്യവും അതിന് കാരണമുണ്ടായിട്ടുണ്ടാവാം. ശിവകരൻ്റെ വീട്ടിലെ ഏക അത്താണി ചേട്ടനായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ടെറ്റനസ് പിടിച്ചു മരണപ്പെട്ടു. ശിവകരൻ അത് താങ്ങാവുന്നതിനപ്പുറത്തായിരുന്നു. ചെറിയ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ തളർത്തി. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങി ഓടി. പോലീസ് പിടിച്ച് ഉപദ്രവിച്ചു. അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശിവകരൻ ആത്മഹത്യ ചെയ്യുകയാണ്. ട്രെയിൻ കുതിച്ചു വരുമ്പോൾ അതിൻ്റെ നേരെ നമസ്കരിച്ചുകൊണ്ട് ശിവകരൻ പാളത്തിലിരുന്നു. വല്ലാത്തൊരു ദുരന്ത നാടകമായിരുന്നു ആ മരണം. സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരിമിതിയായി താങ്കൾ കാണുന്ന എന്തൊക്കെയാണ്? സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചൊരു നാടക സംസ്കാരം നമുക്ക് ജീവിതത്തിന് ഗുണകരമാവുന്ന രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കില്ല. പ്രൊഫഷണൽ തിയേറ്ററിൻ്റെ രീതി വേറെയാണ്. അത് സത്യത്തിൽ കൊമേഴ്സ്യൽ തിയേറ്ററാണ്. ഏറ്റവും താണതലത്തിലുള്ള അഭിരുചിക്ക് സ്വാതന്ത്ര്യമേകുന്ന രീതിയിലാണ് അതിൻ്റെ നിൽപ്പ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഞങ്ങൾ പഠിച്ച, വിഭാവനം ചെയ്ത ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള നാടകവേദിയെ മുൻനിർത്തി ജീവിക്കാനും സാധിക്കില്ല. അതിന് അപ്പോഴും ഇപ്പോഴും വേദികളില്ല. ഡ്രാമ സ്കൂളിൻ്റെ ഭാഗമായി റെപ്പർട്ടറി തിയേറ്ററെ എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് അത് പ്രയോഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു പാലം.
നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ നന്നായി പ്രയോഗത്തിൽ വരുത്തിയ ഒരു ആശയമാണത്. ഓംപുരിയിലും ഷബ്ന ആസ്മിയും നസറുദ്ദീൻ ഷായുമൊക്കെ ഇതിലൂടെയാണ് പരിചിത മുഖങ്ങളായി മാറുന്നത്. ആ രീതി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് 2-3 നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും വേണ്ടത്ര പൊതുസമൂഹത്തിൽ ചലനമുണ്ടാക്കിയില്ല. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനത്തിന് ശേഷമാണ് താങ്കൾ ദൂരദർശനിൽ ജീവനക്കാരനാവുന്നത്. ഞാൻ ദൂരദർശനിലേക്ക് പോകുന്ന സമയത്ത് തിരുവനന്തപുരം ദൂരദർശൻ ഇല്ല. പത്രത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ തുടങ്ങാൻ പോകുന്നു എന്ന അറിയിപ്പോടുകൂടി അപേക്ഷ കാണിച്ചത് കണ്ടു. അപേക്ഷിച്ചു. ബോംബെയിൽ വെച്ചായിരുന്നു അഭിമുഖം. അടൂർ ഗോപാലകൃഷ്ണൻ സാർ തുടങ്ങിയവർ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ തസ്തികയിലാണ് ഞാൻ അപേക്ഷിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുള്ള ദിലീപ്, വേണു തുടങ്ങി പലരും ദൂരദർശനിൽ കയറി. ഞങ്ങൾ ബോംബെയിലാണ് ജോയിൻ ചെയ്തത്. തുടർന്ന് 6 മാസം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം, ടെലിവിഷൻ ഫിലിം പ്രൊഡക്ഷനിൽ. അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് ദൂരദർശനായുള്ള കെട്ടിടം പണിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് താങ്കൾ ദൂരദർശനെ വിലയിരുത്തുന്നത്? ദൂരദർശന്റെ സാധ്യതകളെ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് വളരാനും പഠിക്കാനുമുള്ള ഒരു വേദിയായി ദൂരദർശൻ പ്രയോജനപ്പെട്ടു. എനിക്കതിൽ നന്ദിയുണ്ട്. എൻ്റെ കൂടെ ആദ്യമുണ്ടായിരുന്ന ടീം വളരെ ക്വാളിഫൈഡ് ആയിരുന്നു. അവർക്ക് മികച്ച അഭിരുചികളുണ്ടായിരുന്നു. എന്നിട്ടും ദൂരദർശന് വേണ്ടത്ര മുന്നേറാൻ സാധിക്കാതെ പോയത്, അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ പോയത്, അഖിലേന്ത്യാ തരത്തിലുള്ള നയപരിപാടികളും ഇവിടെയിരുന്ന് മാനേജ് ചെയ്ത രീതിയും കാരണമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അഡ്മിനിസ്ട്രേറ്റർമാരായി വരുന്നത്. അവർക്ക് ദൃശ്യ സംസ്കാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ അനിവാര്യതയെക്കുറിച്ചോ ഒരു ബോധവുമില്ല എന്നതായിരുന്നു സത്യം. കെ കുഞ്ഞികൃഷ്ണനെ പോലെ സാഹിത്യ സാംസ്കാരിക പ്രേമിയായ ഒരു ഡയറക്ടറുടെ ഭരണകാലം ഇതിനൊരു അപവാദമായിരുന്നു എന്നത് ഓർക്കാതെ വയ്യ. ഈ കേന്ദ്രത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടികൾ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് തന്നെയായിരുന്നു ഉണ്ടായത്. ആകാശവാണിയിൽ ഓഡിയോ മിക്സ് ചെയ്യുന്ന എഞ്ചിനീയറാവും അടുത്ത ദിവസം ദൂരദർശനിലെ പരിപാടിക്ക് പ്രകാശ സംവിധാനം നിർവഹിക്കുന്നത്. ഇതിൽ പരം വലിയ വൈരുദ്ധ്യങ്ങൾ വേറെയുണ്ടോ? സർക്കാർ സംവിധാനമായി നിൽക്കുന്നതുകൊണ്ടുള്ള അപജയമാണ് ദൂരദർശന് സംഭവിച്ചത്. ഒരു മഹത്തായ സ്ഥാപനത്തെ ഉറക്കിക്കിടത്തിയിരിക്കുന്നു, വെള്ളാനയാക്കി മാറ്റിയിരിക്കുന്നു. സർഗാത്മകമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൂരദർശനില്ലേ? സർഗാത്മകമായ മനസ്സുകളെ മുരടിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ യാഥാസ്ഥിതികത അവിടെ നിലനിൽക്കുന്നു. പ്രസാർ ഭാരതിയായിട്ട് പോലും മാറ്റമുണ്ടായിട്ടില്ല. ആ സംവിധാനത്തെ തച്ചു തകർക്കണം. ദൂരദർശനെ സ്വകാര്യവത്കരിക്കണം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഉത്തരവാദിത്വവും മാധ്യമബോധവും നിയന്ത്രിക്കുന്ന സ്വകാര്യ പങ്കാളിത്തം. സ്വകാര്യവത്കരണം ഏറെ ദോഷങ്ങൾക്കിടയാക്കും എന്നത് മറക്കാൻ വയ്യ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സർക്കാർവത്കരണത്തെക്കാൾ നല്ലത് സ്വകാര്യവത്കരണമാണ് എന്നാണ്. ദൂരദർശനിൽ നിന്ന് താങ്കൾ പടിയിറങ്ങാൻ കാരണം അവിടെ നിന്നുള്ള ചില പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് അവിടെ നടന്നത്? സർക്കാർ സംവിധാനത്തോടുള്ള എന്നിലെ മടുപ്പ് ഏറെ തീവ്രമായി കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു പൊതുവെ അത്. ദൂരദർശന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു ടെലിഫിലിം ഞാൻ ചെയ്യുകയുണ്ടായി. ആൽബേർ കമ്യൂവിൻ്റെ ഒരു നാടകത്തെ ആസ്പദമാക്കി ചെയ്തതായിരുന്നു അത്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ടെലിഫിലിമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ്. ആ സമയത്താണ് സംസ്ഥാന സർക്കാർ ആദ്യമായി ടെലിവിഷൻ സൃഷ്ടികൾക്ക് പുരസ്കാരം നൽകണമെന്ന് തീരുമാനിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് അവാർഡിനായി അയക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. അന്ന് ദൂരദർശൻ ഡയറക്ടർ രുക്മിണി എന്ന ഉദ്യോഗസ്ഥയാണ്, ഒരു തികഞ്ഞ ബ്യൂറോക്രാറ്റ്. അവർ അത് അയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനായി പറഞ്ഞ കാരണമാണ് രസകരം. ദൂരദർശൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലാണ്. ആ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് അപേക്ഷിക്കാൻ പാടില്ല. വല്ലാത്തൊരു സാങ്കേതികത്വം. കലയെ കേന്ദ്രമെന്നും സംസ്ഥാനമെന്നും പറഞ്ഞ് പകുക്കുന്ന ദൂരദർശനിലെ ഉദ്യോഗസ്ഥ കാഴ്ചപ്പാടും അവിടെയുള്ള കലാകാരന്മാരുടെ സർമാഗതയും തമ്മിലുള്ള സംഘർഷമായിരുന്നു അത്. പക്ഷേ ദൂരദർശനിലെ ഉദ്യോഗസ്ഥ വൃന്ദം പറയുന്നത് താങ്കളും ബോധി ബുക്കിലെ സുഹൃത്തും കൂടി അവാർഡിനായി കളിച്ചു എന്നാണ്. അത് വിവാദമായി മാറുകയും ചെയ്തു. എന്താണ് അതിലെ വാസ്തവം? അക്കാലത്ത് ദൂരദർശനിലെ ഔദ്യോഗിക നിർമ്മാണ രീതികൾ കൊണ്ട് പ്രായോഗിക പ്രവർത്തനത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സമയത്തിന് ഒരു തീരുമാനവും കൈക്കൊള്ളില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ഒരു വണ്ടി പോകണമെങ്കിൽ 10 പേരുടെ ഒപ്പുവാങ്ങി ഉത്തരവാക്കി മാറ്റേണ്ടി വരും. ഒരു ചായ വാങ്ങിക്കണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നടപടിയിലൂടെ കടന്നു പോകണം. ഇന്നും അതിന് മാറ്റം വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള നൂലാമാലകളെ മറികടക്കാൻ ഒരു വർക്കിൻ്റെ മൊത്തം കോൺട്രാക്റ്റ് എന്നുള്ള നിലയിൽ ചിലർക്ക് കൊടുക്കും. അത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിർമ്മാണ നിർവഹണത്തിനാണ് ഇത്തരത്തിൽ ഏൽപ്പിച്ച് കോഴിക്കോടുള്ള ബോധി എന്ന പുസ്തകശാല നടത്തിയിരുന്ന എൻ്റെ സുഹൃത്തിനെയാണ്.
ടെലിഫിലിമിൻ്റെ ടൈറ്റിലും ബോധി ഫ്രണ്ട്സ് എന്നാണുള്ളത്. ദൂരദർശനിൽ നിന്ന് നിർമ്മാണ നിർവഹണത്തിനുള്ള ചെക്ക് കൊടുത്തതും ബോധിയുടെ പേരിലാണ്. ബോധിയുടെ പേരിൽ ഉയർത്തെഴുന്നേൽപ്പ് സംസ്ഥാന അവാർഡിന് സമർപ്പിച്ചു. ദൂരദർശനാണ് പണം മുടക്കിയത് എങ്കിലും ഇത് പൂർണ്ണതലത്തിൽ നിർവഹണം ചെയ്തത് ബോധി തന്നെയാണ്. ദൂരദർശൻ ഡയറക്ടർ മുന്നോട്ട് വെച്ച സാങ്കേതികത്വത്തെ മറ്റൊരു സാങ്കേതിക ന്യായത്തിലൂടെ മറികടക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഉയർത്തെഴുന്നേൽപ്പ് 8ഓളം അവാർഡുകൾ നേടി. ഞങ്ങളുടെ ഈ നടപടി ദൂരദർശൻ ഡയറക്ടർ സഹിച്ചില്ല. അവർ ഒച്ചപ്പാടുണ്ടാക്കി. ദൂരദർശൻ ഡയറക്ടർ അവരുടെ പദവി ഉപയോഗിച്ച് അവിടുത്തെ ജീവനക്കാരനായ എന്നോട് അവാർഡുകൾ നിരസിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ പുരസ്കാരങ്ങൾ നിഷേധിച്ചില്ല. അവാർഡ് ഏറ്റുവാങ്ങി. ദൂരദർശനിൽ നിന്ന് രാജിവെച്ചു. ഉയർത്തെഴുന്നേൽപ്പ് എന്ന ടെലിഫിലിം കഥ പറയുമ്പോൾ തീവ്രവാദികളോടുള്ള മൃദു സമീപനമാണ് വെച്ചു പുലർത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപന സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ആ ടെലി സിനിമ പറഞ്ഞ കഥ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് മനസ്സിലാക്കാനുള്ള സർഗാത്മകത അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. ഒരു സംഘം തീവ്രവാദികളായിട്ടുള്ള വിപ്ലവകാരികളുടെ ഒരു വധശ്രമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് അതിൻ്റെ കഥാഗതി. എന്ത് കാര്യമായാലും മനസ്സിലാക്കാൻ ഒരു സെൻസിബിലിറ്റി വേണമല്ലോ. വരണ്ട മനസ്സുകളിൽ അതൊരിക്കലും ഉണ്ടാവില്ല. താങ്കൾ ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിന് പോകുന്നത് ദൂരദർശൻ കാലത്താണ്. ആ അനുഭവങ്ങൾ പങ്കുവെക്കാമോ? അതെ, ദൂരദർശൻ കാലത്താണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നത്. കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ലഭിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത മാധ്യമ പ്രവർത്തകർക്കാണ് ഇത് ലഭിക്കുക. മീഡിയ പ്രൊഡക്ഷനിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇംഗ്ലണ്ടിലെ ഹൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠനം. ആ യൂണിവേഴ്സിറ്റി തന്നെ തിയേറ്ററും ടെലിവിഷൻ സ്റ്റുഡിയോയും എല്ലാം ഉണ്ട്. അക്കാദമിക്കായ പഠനമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ മ്യൂസിക്കൽ പാരമ്പര്യത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചായിരുന്നു എൻ്റെ തീസിസ്. അന്ന് സാറ്റലൈറ്റ് ടെലിവിഷനൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. അന്നാണ് ഒരു വിദേശ ടെലിവിഷൻ്റെ സാധ്യതകൾ എന്താണ്, അവരുടെ മാധ്യമ നിർവഹണത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി BBC-യിലായിരുന്നു ഗവേഷണം. അവിടെ വർക്കിനുള്ള അവസരം കിട്ടി. BBC-യുടെ സ്റ്റുഡിയോയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ചാനൽ 4 എന്ന പ്രശസ്തയായ ടെലിവിഷന് വേണ്ടി 1-2 വർക്കുകൾ ചെയ്തു. BBC പോലുള്ള വലിയൊരു മാധ്യമ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സ്കോളർഷിപ്പ് കിട്ടിയുള്ള വിദേശ പഠനം കൊണ്ട് എനിക്ക് ദുരനുഭവം ഉണ്ടാവുന്നുണ്ട്. അത് ഇവിടെയാണ് ദൂരദർശനിൽ. എൻ്റെ സീനിയോറിറ്റിയും എൻ്റെ സർവീസുമെല്ലാം അവിടെ ബ്രേക്ക് ചെയ്യിപ്പിച്ചു. ദൂരദർശൻ്റെ ബ്യൂറോക്രാറ്റിക് ന്യായങ്ങൾ. എനിക്ക് കിട്ടിയ അറിവിനെ ഉപയോഗിക്കാൻ ദൂരദർശൻ ശ്രമിച്ചതല്ലേ? ദൂരദർശനിൽ നിന്ന് രാജിവെച്ച താങ്കളും ക്യാമറാമാൻ അളകപ്പനും കൂടി ഒരു സംരംഭം ആരംഭിച്ചിരുന്നല്ലോ. വൈകാതെ അത് പൂട്ടുകയും ചെയ്തു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അളകപ്പൻ എൻ്റെ കൂടെ ഒരുപാട് വർക്കുകൾ ചെയ്തിരുന്നു. ദൂരദർശനിലെ സ്റ്റാഫായിരുന്നു അദ്ദേഹവും. എൻ്റെ വിഷയങ്ങൾ ഏതാണ്ട് അളകപ്പൻ്റെയും താല്പര്യങ്ങളായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ആൻഡ് എഡിറ്റ് എന്നൊരു സ്ഥാപനം തുടങ്ങി. ക്യാമറയും എഡിറ്റിംഗ് സൗകര്യവും വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നു സ്ഥാപനം. ബിസിനസ്സിൽ ഞങ്ങൾ 2 പേർക്കും വലിയ കഴിവില്ലാത്തതുകൊണ്ട് അത് നഷ്ടത്തിൽ കലാശിച്ചു. കുറേ കടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ ആ സംരംഭം അവസാനിപ്പിച്ചത്. ആ സമയത്താണ് മരണം, ദുർബലം, ശമനനാളം, നിലാവറിയുന്നു പോലുള്ള വർക്കുകൾ ചെയ്യുന്നത്. മരണം, ദുർബലം പോലുള്ള ടെലിവിഷൻ അവതരണങ്ങളിലൂടെ പുതിയൊരു ദൃശ്യ സംസ്കാരം കൊണ്ടുവരാൻ താങ്കൾ ശ്രമിച്ചു എന്ന് പറയാം. കണ്ണീരൊലിപ്പിക്കാത്ത നിലവാരമുള്ള ചെറു സീരിയലുകൾ താങ്കളിലേക്ക് പ്രേക്ഷക ശ്രദ്ധയെത്തിച്ചു. ഏതൊക്കെയായിരുന്നു താങ്കളുടെ പ്രധാന ടെലിഫിലിമുകൾ? മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ടെലിഫിലിം. പെരുവഴിയിലെ കരിയിലകൾ, ഉയർത്തെഴുന്നേൽപ്പ്, നിലാവറിയുന്നു, നിറമില്ലാ ചിത്രങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഗണിതം, അങ്ങനെ നിരവധി ടെലിഫിലിമുകൾ ചെയ്തു. മിക്കവയും ദൂരദർശന് വേണ്ടി ചെയ്തതാണ്. മരണം, ദുർബലം ദൂരദർശനിൽ കാണിച്ച ഒരു ചെറു പരമ്പരയായിരുന്നു. ഇന്നും പലരും പരിചയപ്പെടുമ്പോഴും മറ്റും ഉയർത്തെഴുന്നേൽപ്പിനെയും മരണം, ദുർബലത്തെയും കുറിച്ചൊക്കെ സംസാരിക്കും. ശ്യാമപ്രസാദിന്റെ ടെലിഫിലിം സംസ്കാരവും മധുമോഹന്റെ സീരിയൽ സംസ്കാരവും ഒരേ സമയത്താണ് ഉണ്ടാവുന്നത്. പക്ഷേ കേരളത്തിലെ ടെലിവിഷനുകൾ മധുമോഹനെ പിൻപറ്റുകയും ശ്യാമപ്രസാദിനെ തള്ളിക്കളയുകയും ചെയ്തു. എന്തുകൊണ്ടാണത്? മലയാളം ടെലിവിഷൻ മധുമോഹനെ പിൻപറ്റി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മധുമോഹൻ ദൂരദർശനിലാണ് സീരിയലുകൾ അധികവും ചെയ്തത്. മധുമോഹന്റെ സീരിയലുകൾ പലപ്പോഴും പരിഹസിക്കപ്പെട്ടിരുന്നു. എന്നാൽ സീരിയൽ സംസ്കാരം എല്ലാ ദിവസവും കാണേണ്ട, ഒഴിച്ചു മാറ്റിവെക്കാൻ സാധിക്കാത്ത, അവസാനിക്കാത്ത ഒരു ബാധ പോലെയായി മാറുന്നത് ഏഷ്യാനെറ്റിൽ ശ്യാം സുന്ദറിന്റെ സ്ത്രീ എന്ന സീരിയൽ വന്നതു മുതലാണ്.
പ്രൊഡ്യൂസർ എന്ന മുതലാളി അല്ലെങ്കിൽ മൂലധനം അവരുടെ ലാഭം കുന്നുകൂട്ടുന്നതിനു വേണ്ടി മലയാളി പ്രേക്ഷകന്റെ കാഴ്ചയുടെ സാംസ്കാരിക പരിസരത്തെ മാറ്റിമറിക്കുകയാണ്. ഇതൊരു കടന്നുകയറ്റം കൂടിയാണ്. അതിന് പ്രതിരോധിക്കേണ്ടതല്ലേ? തീർച്ചയായും. പ്രേക്ഷകരുടെ രുചി ഇവിടെ മാറ്റപ്പെടുകയാണ്. മയക്കുമരുന്നിനടിമയായും പോലെ അത് വീട്ടകങ്ങളെ കീഴ്പ്പെടുത്തുന്നു. ഭൂരിപക്ഷം വീടുകളുടെയും ടെലിവിഷൻ റൂമുകൾ സാംസ്കാരിക അപഭ്രംശത്തിന് വേദിയാവുകയാണ്. സീരിയൽ കഥാപാത്രങ്ങളുടെ ജീവിതവും അവരുടെ സംഘർഷങ്ങളും ഒരുക്കിയെടുക്കുന്ന മനോനിലയിൽ നിന്ന് കേരളം എങ്ങോട്ടാണ് കുതിക്കുക? മലീമസമായ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മലയാളി രക്ഷപ്പെട്ടേ മതിയാവൂ. അതിനെ പ്രതിരോധിച്ചേ മതിയാവൂ. ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകളുടെ വാർത്താ ചാനലുകൾ അത്രയൊന്നും കെട്ടുപോവാത്ത രാഷ്ട്രീയത്തെ വിമർശനങ്ങളിലൂടെ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിൽ നിരന്തരം ഏർപ്പെടുന്നത് കാണാം. സമൂഹത്തിന്റെ നന്മയാണ് യഥാർത്ഥത്തിൽ ചാനൽ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ചാനലിന്റെ നേതൃത്വം എന്റെ ചാനൽ കൂട്ടിലെ വിസർജ്യം കോരിക്കളയുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്? ചാനലുകളുടെ നേതൃത്വം ഈ അധമ വിനോദ സംസ്കാരത്തെ വിജയചിഹ്നങ്ങളാക്കി ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ആളുകളുടെ ബോധനിലവാരം ഇതൊക്കെ കണ്ട് അധപതിച്ചു പോകുന്നതിൽ അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല. അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മൂലധനമാണ് വില്ലൻ. ലാഭം ഏത് ചാനലിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ടാം റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തും കാണിക്കാമെന്നുള്ള നിലവാരത്തിലേക്കാണ് ചാനലുകൾ മാറിയത്. ചില കാര്യങ്ങൾ കാണിക്കാൻ തയ്യാറാവാത്തത് നിയമം അനുവാദിക്കത്തുകൊണ്ടുമാവാം. ഏഷ്യാനെറ്റാണ് കേരളത്തിൽ ഈ ഒരു സംസ്കാരത്തിൻ്റെ കൊടി നാട്ടിയത്. ഏഷ്യാനെറ്റിനെ റൂപ്പർട്ട് മർഡോക്കിങ്ങിന് ഇഷ്ടപ്പെട്ടതും എന്ത് ചെയ്തിട്ടായാലും ലാഭം കൊയ്യുക എന്ന ഇത്തരത്തിലുള്ള മനോഭാവം വെച്ചു പുലർത്തുന്നതുകൊണ്ടാവാം. ചാനലുകളെക്കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ അമൃത ടിവിയെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഏഷ്യാനെറ്റിൽ നിന്നും ഏറെ വിഭിന്നമായൊന്നുമല്ല അമൃത ടി വി നിൽക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അമൃത ടി വിയിലേക്ക് എത്തുന്നത്? അമൃത ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ സംഘാടകർ എന്നെ സമീപിച്ചു. അകലെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഒരു സിനിമാ സംവിധായകനായി നിലനിന്നുകൊണ്ട് ചാനലിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാമെന്നായിരുന്നു ധാരണ. അങ്ങനെ പ്രോഗ്രാം പ്രസിഡന്റ് എന്ന നിലയിൽ അമൃതയിൽ ജോയിൻ ചെയ്തു. അമൃതയുടെ പ്രോഗ്രാമുകൾ, അവതരണ രീതികൾ, വിഷ്വൽസ്, തലക്കെട്ട് തുടങ്ങി സർഗാത്മകമായ എല്ലാ കാര്യങ്ങളിലും എൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ സിനിമകളുടെ തിരക്കുകൾ കൂടിയപ്പോൾ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് എന്ന പോസ്റ്റിലേക്ക് ഞാൻ മാറി. ഒരു കൺസൾട്ടീവ് പോസ്റ്റ്. ഇപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. അമൃതയുടെ എല്ലാമായിരുന്ന റോളിൽ നിന്ന് ഇത്തരത്തിൽ നിന്നൊരു പിന്മാറ്റം എന്തുകൊണ്ടായിരുന്നു? സാമ്പത്തിക വ്യവഹാരങ്ങളുടെ ചുഴിയിൽ നിന്നും നീരാളിപ്പിടുത്തത്തിൽ നിന്നും മാറിയ ഒരു വഴി ഈ ചാനലിനും കണ്ടെത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ സത്യത്തിൽ ടെലിവിഷൻ എനിക്ക് മടുത്തു. മറ്റൊരു കാര്യം, സിനിമകൾ തുടർച്ചയായി ചെയ്യാൻ തുടങ്ങിയതോടെ കൂടുതൽ സമയം അമൃതയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിച്ചില്ല. അതാണ് കൺസൾട്ടന്റിന്റെ സേവനത്തിലേക്ക് മാറിയത്. ഏതൊരു ടെലിവിഷൻ ചാനലിനെയും പോലെ ടാം റേറ്റിനു വേണ്ടി കസർത്തുകൾ കാണിക്കുന്നതിനപ്പുറത്ത് അമൃത ടി വിയും ഒന്നും ചെയ്തില്ല. അങ്ങനെയല്ലേ? പ്രേക്ഷകരുടെ ടാം റേറ്റിംഗ് ആണ് ടെലിവിഷന്റെ പരസ്യത്തിനും വരുമാനത്തിനുമെല്ലാമുള്ള മാനദണ്ഡം. ആ റേറ്റിംഗിനെ നിർണ്ണയിക്കുന്ന ജനകീയത മിക്കപ്പോഴും സംസ്കാര സമ്പന്നമാവണമെന്നില്ല. അത്തരത്തിലുള്ള പരിപാടികൾ തമ്മിലുള്ള മത്സരമാണ് ചാനലുകളിൽ നടക്കുന്നത്. അമൃതയിലും ഇത്തരം പരിപാടികളുണ്ട്. അമൃത മാർക്കറ്റിൽ മത്സരിക്കുക തന്നെയാണ്. വരുമാനത്തെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എനിക്കുണ്ടായ വ്യർത്ഥതാ ബോധത്തിന് അതുതന്നെയാണ് കാരണം. ഒരു ആധ്യാത്മിക ചാനൽ എന്ന സങ്കല്പം ഒരിക്കലും അമൃത ടി വിയുടെ സംഘാടകർ മുൻനിർത്തിയിട്ടില്ല. ആരോഗ്യകരമായ, രസനീയമായ, ഉയർന്ന അഭിരുചിയും സാങ്കേതിക കർത്തൃത്വവുമുള്ള ഒരു ടി വി ചാനൽ, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റ് ചാനലുകളെപ്പോലെ അമൃതയ്ക്കും മാർക്കറ്റിൽ മത്സരത്തെ നേരിടേണ്ടി വന്നു. അപ്പോൾ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം മാറി. കാലക്രമേണ മാധ്യമപരമായുള്ള സദുദ്ദേശ്യം മാത്രമായി നിലനിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി. അമൃതയിൽ നിന്ന് നിശ്ചിത ലാഭം ഉണ്ടാവണമെന്ന് സംഘാടകർ നിർദ്ദേശിച്ചു. അങ്ങനെയായപ്പോൾ അമൃത പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ നിലവാരത്തിൽ വല്ലാതെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. അപ്പോഴല്ലേ താങ്കൾ പ്രോഗ്രാം പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചത്? അമൃത ടി വി താങ്കൾക്ക് സംതൃപ്തി നൽകുന്നില്ല എന്നതല്ലേ സത്യം? ഞാൻ അമൃതയിൽ നിന്ന് സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ. അതാണ് സത്യം. പ്രോഗ്രാം പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറിയതിനെപ്പറ്റി താങ്കൾ നിരീക്ഷിച്ചത് ശരിയാണ്. ശ്യാമപ്രസാദിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്?
എൻ്റെ ടെലിഫിലിമുകൾ പല നിർമ്മാതാക്കളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ അവരിൽ പലരും പുലർത്തി. മരണം ദുർബലം എന്ന ടെലിഫിലിം കഴിഞ്ഞപ്പോൾ ചേർത്തലയിലുള്ള സൃഷ്ടി ഫിലിംസിൻ്റെ വി ബാവുവായി അങ്ങനെയാണ് പരിചയത്തിലാവുന്നത്. നേരത്തെ തന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ ടെലിഫിലിമിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അത് സിനിമയ്ക്ക് പറ്റുന്ന രൂപത്തിലാക്കി ബാബുവിന് അയച്ചു കൊടുത്തു. കല്ലുകൊണ്ടൊരു പെണ്ണ് അല്ലേ താങ്കൾ ആദ്യം ചിത്രീകരിച്ച സിനിമ? രണ്ടും ഏതാണ്ട് ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ഭാവചിത്രയാണ് ആ സംരംഭവുമായി സഹകരിച്ചത്. കല്ലുകൊണ്ടൊരു പെണ്ണിൻ്റെ ചിത്രീകരണം തന്നെയാണ് ആദ്യം ആരംഭിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ചിത്രീകരണം നിന്നു. അപ്പോഴാണ് അഗ്നിസാക്ഷി തുടങ്ങുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷം കല്ലുകൊണ്ടൊരു പെണ്ണിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. 2 സിനിമകളും ഒരേ ദിവസമാണ് സെൻസർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ സംവിധായകൻ്റെ ആദ്യത്തെ 2 സിനിമകൾ ഒരുമിച്ച് സെൻസർ ചെയ്യപ്പെടുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. ആദ്യം റിലീസ് ചെയ്ത സിനിമ അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷികൾക്ക് താങ്കൾക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. ഒരുപക്ഷെ കല്ലുകൊണ്ടൊരു പെണ്ണായിരുന്നു ആദ്യം റിലീസ് ചെയ്തിരുന്നെങ്കിൽ താങ്കളുടെ ആദ്യത്തെ ചിത്രത്തിന് തന്നെ പുരസ്കാരം ലഭിക്കുമായിരുന്നില്ല. അങ്ങനെയല്ലേ? പുരസ്കാരത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. സഹൃദയന്റെ സ്വീകരണമാണ് വിഷയം. കല്ലുകൊണ്ടൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ സംവിധായകനായ ഞാൻ പോലും സംതൃപ്തനായിരുന്നില്ല. കലാപരമായ നിരവധി കോംപ്രമൈസുകൾ ആ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. അത് പാടില്ലായിരുന്നു. അഗ്നിസാക്ഷിയിലെ ശോഭനയുടെ കഥാപാത്രം പലപ്പോഴും വല്ലാതെ മങ്ങിപ്പോകുന്നതായി തോന്നിയിട്ടുണ്ട്. രജിത് കപൂറിൻ്റെതായ ഒക്കെ തിളക്കത്തിൽ ശോഭന പലപ്പോഴും പതറുന്നുണ്ടായിരുന്നു. താങ്കൾ അത് ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അന്ന് ബിഗ് സ്ക്രീനിൽ പുതുമുഖ സംവിധായകനാണ്. ശോഭന ഇരുത്തം വന്നൊരു നടിയാണ്. അവരും ഞാനുമായി ആദ്യമായാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അവർക്ക് എന്നെ അറിയില്ല. ഒരു ലോ ബജറ്റ് സിനിമയുടെ നിർമ്മാണ സാഹചര്യങ്ങൾ അവർക്ക് അത്ര പരിചിതവുമല്ല. പ്രായമുള്ള മേക്കപ്പ് ഒക്കെയായി അവരത്ര സുരക്ഷിത ബോധത്തോടെ അല്ല അതിൽ അഭിനയിച്ചത്. സിനിമയുടെ അന്തസത്ത അവർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് എനിക്കറിയില്ല. പിന്നീട് അഗ്നിസാക്ഷി മദ്രാസിൽ പ്രിവ്യൂ നടത്തിയപ്പോൾ ഞാൻ ശോഭനയെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ വളരെ ഹൃദയസ്പർശിയായി അവർ എന്നോട് പറഞ്ഞു, ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ സിനിമയിൽ നന്നായിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ശ്യാം എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നത്. ആ പറച്ചിലിൽ എല്ലാമുണ്ട്. പൂർണ്ണമായൊരു ബോധ്യത്തിലൂടെ അല്ല അവർ പലതും ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു.